ഒരു കാര്യം പറയണ്ട ഞാൻ. നമുക്ക് ചിതയിൽ നിന്ന് വേണമെങ്കിൽ എണീറ്റ് പോകാട്ടോ, പക്ഷെ നമ്മളെ ചിന്തകളിൽ നിന്ന് നമുക്ക് ഒരിക്കലും മുക്തിയില്ല. അതും ദുഷിച്ച ചിന്തയാണെങ്കിൽ നമ്മളെ അത് അള്ളിപ്പിടിച്ചും കൊണ്ടേ ഇരിക്കും ജീവിതകാലം മുഴുവനും. നമുക്ക് തന്നെ നമ്മുടെ ജീവിതം രണ്ട് തരത്തിൽ മാറ്റിയെടുക്കാം. ഒന്ന് എന്താണെന്നറിയോ? മൃത്യുവാക്കി മാറ്റിയെടുക്കാം. ഒന്ന് അമൃതാക്കി മാറ്റിയെടുക്കാം. പക്ഷെ വൃത്തിയാക്കി നമ്മൾ മാറ്റിയെടുക്കേണ്ട കാര്യമൊന്നുമില്ല. അത് താനെ വന്നു ചേർന്നോളും ആ സമയമാകുമ്പോൾ, അല്ലേ? അമൃതാക്കി മാറ്റണമെങ്കിലോ അത് നമ്മൾ തന്നെ വിചാരിക്കും. അതിന് നമ്മൾ എന്തൊക്കെ ചെയ്യണം എന്നറിയോ? നമ്മൾ തന്നെ ഒരുപാട് കഠിന പ്രയത്നം ചെയ്തുകൊണ്ടിരിക്കണം. കാരണം പണിയെടുക്കുന്നവനെയാണ്, കഠിന പ്രയത്നം ചെയ്യുന്നവനെയാണ് നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി മാറ്റാൻ സാധിക്കുള്ളൂ. നമ്മൾ എപ്പോഴും ഒരു മൂലയിൽ ഇരുന്ന് ചിന്തിച്ച് നോക്കി നോക്കൂ. നമ്മളുടെ ചിന്തകളിൽ നിന്ന് നമ്മൾ ഒരിക്കലും കയറിപ്പോവാത്ത വിധം അടിഞ്ഞുകൂടും. അപ്പം നമ്മൾ എപ്പോഴും നമ്മുടെ മനസ്സിനെ പോസിറ്റീവാക്കി ഏത് സമയത്തും മാറ്റിക്കൊണ്ടിരിക്കണം. അത് നമ്മൾക്ക് മാത്രമേ കഴിയുള്ളൂ. വേറെ ആര് പറഞ്ഞാലും അത് ഒരിക്കലും നമുക്ക് സാധിക്കില്ല. നമ്മൾ എപ്പോഴും ഒതുങ്ങിക്കൂടേണ്ടവരല്ല, സമൂഹത്തിലേക്ക് ഇറങ്ങി ചെല്ലേണ്ടവരാണ്. ഇന്നത്തെ കുട്ടികളെ പ്രത്യേകിച്ചും നമ്മൾ ഒരിക്കലും അടങ്ങിയിരിക്കരുത്. അതിന് നമ്മൾ ഏത് സമയത്തും നമ്മൾ തന്നെ നമ്മളെ പോസിറ്റീവാക്കി മാറ്റിക്കൊണ്ടേ ഇരിക്കണം. നമ്മളല്ലാതെ ഇരുട്ടിലേക്ക് ഒരിക്കലും നോക്കരുത്. നമ്മളുടെ കണ്ണുകളും നമ്മളുടെ മനസ്സും എങ്ങനെയുള്ളവർക്ക് വേണം നോക്കാൻ? ഒരു മരുപ്പച്ചയുണ്ട് അങ്ങ് അകലെ, ആ മരുപ്പച്ചയിലേക്ക് വേണം നമ്മുടെ ശ്രദ്ധയെ നമ്മൾ തിരിച്ചുവിടാൻ. അങ്ങനെയായ എന്തുണ്ട്, നമ്മുടെ മനസ്സിന്റെ എല്ലാ അസ്വസ്ഥതകളും മാറി നമുക്കും ഒരു പോസിറ്റീവ് എനർജി കിട്ടും. ഇത് തീർച്ചയാണ്, എല്ലാവരും ചെയ്തു നോക്കണം.